കടന്നു വരുമ്പോൾ ഇടതുമുന്നണിയിൽ ഒരു അസാധാരണ പ്രതിസന്ധിയാണ് രൂപപ്പെടുന്നത്. ഇടതുമുന്നണിയിൽ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി നേരത്തെ തന്നെ ഉണ്ട്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം അതൊന്നുകൂടി മൂർച്ഛപ്പെടുത്തുകയാണ്. ഇടതുമുന്നണിയിൽ ഇത് വലിയ പ്രതിസന്ധിയായിട്ടാണ് രൂപപ്പെടുന്നത്. രാജ്യസഭാ സീറ്റ് ആവശ്യത്തിൽ വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാടിലേക്ക് കേരള കോൺഗ്രസ് എത്തിക്കഴിഞ്ഞു. കോട്ടയം സീറ്റിൽ പരാജയമുണ്ടായ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം കടുത്ത നിലപാടുമായി കേരള കോൺഗ്രസ് മുന്നോട്ട് വരുന്നത് എന്നതാണ് സാഹചര്യം. മുന്നണിയിലെത്തിയത് 2 പാർലമെന്റ് സീറ്റുകളുമായിട്ടാണ്. അതുകൊണ്ട് രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ ഇനി വിട്ടുവീഴ്ച വേണ്ട എന്നതാണ് നിലപാട് എടുത്തിരിക്കുന്നത്. മറ്റൊന്ന് CPI ആണ്. CPIയും കടുത്ത നിലപാടാണ്. തങ്ങളും രാജ്യസഭാ സീറ്റ് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ഇതോടുകൂടി ഒഴിവ് വരുന്ന CPMന് വിജയിപ്പിക്കാൻ കഴിയുന്ന, ഇടതുമുന്നണിക്ക് വിജയിപ്പിക്കാൻ കഴിയുന്ന 2 സീറ്റുകളിൽ കേരള കോൺഗ്രസും CPIയും നിലപാടെടുക്കുമ്പോൾ CPM വിട്ടുവീഴ്ച വരുത്തിയാൽ മാത്രമേ ഈ പ്രതിസന്ധി അയയുമോ, CPM അതിന് തയ്യാറാകുമോ എന്ന പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയാണ് രൂപപ്പെട്ടു വരുന്നത്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ ബലാബലത്തിൽ കേരള കോൺഗ്രസിന് അതിൻ്റെ പഴയ മേഖലകളിൽ ശാക്തികമായ വലിയ ഇടിവ് സംഭവിച്ചു എന്ന വിലയിരുത്തൽ ഇടതു കേന്ദ്രങ്ങൾക്ക്, പ്രത്യേകിച്ച് CPM കേന്ദ്രങ്ങൾക്കുണ്ട് എന്നതാണ് പുതിയ സാഹചര്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിവിടങ്ങളിലേക്ക് UDF, കേരള കോൺഗ്രസിൻ്റെ വോട്ട് മേഖലകളിലേക്ക് UDF കടന്നു കയറി എന്നതാണ് പൊതുവിൽ ഇടതു കേന്ദ്രങ്ങൾ വിലയിരുത്തുന്ന കാര്യം. മധ്യ കേരളത്തിൻ്റെ മണ്ഡലങ്ങളിൽ അത് പ്രകടനമാണ്. കോട്ടയത്ത് സംഭവിച്ചതാണ്. പരമ്പരാഗത കേരള കോൺഗ്രസ് വോട്ടുകളെ സ്വാധീനിക്കാൻ കേരള കോൺഗ്രസിനും കഴിഞ്ഞില്ല. അതാണ് അവിടെ തോമസ് ചാഴികാടൻ്റെ തോൽവിയിലേക്ക് പോയത്. ഒപ്പം മധ്യ കേരളത്തിൻ്റെ മറ്റു മണ്ഡലങ്ങളിലും സംഭവിച്ചതാണ്. മാവേലിക്കര അടക്കമുള്ള ഇടങ്ങൾ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇടതുമുന്നണിയിൽ ഇത്തരം ചർച്ചകൾക്ക് തുടക്കമിടുന്നത്. അങ്ങനെയെങ്കിൽ ഇടതുമുന്നണിയിലെ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പ്രതിസന്ധി വലിയ പ്രതിസന്ധിയിലേക്ക് തീരുമോ, അതിൽ എങ്ങനെ പരിഹാരമുണ്ടാകും എന്നതാണ് ഉയരുന്ന വെല്ലുവിളി. നമുക്ക് വിശദമായി പരിശോധിക്കാം. VV അരുണുണ്ട്, ഒപ്പം G ശ്രീജിത്തുണ്ട്. ആദ്യം അരുൺ, രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ഇടതുമുന്നണിയിൽ ഉണ്ടാകും എന്ന കാര്യം നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ ആ പ്രതിസന്ധിയിൽ CPM ഒരു പരിഹാര നിർദ്ദേശവുമായി മുന്നോട്ട് പോയിരുന്നു. പക്ഷേ ആ പരിഹാരം, ആ ഒരു സൊല്യൂഷൻ ഏറ്റെടുക്കാൻ, ആ ഒരു ഫോർമുല ഏറ്റെടുക്കാൻ ഇതുവരെയും കേരള കോൺഗ്രസ് തയ്യാറല്ല. അതായത് ഭരണ പരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാടിലേക്ക് എടുക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യമാവാം അവരെ അതിന് പ്രേരിപ്പിക്കുന്നത്. ഇതിൽ CPM വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത്. അതിന് സാധ്യതയുണ്ടോ? വരും വിജയിക്കാവുന്ന 2 സീറ്റുകൾ, അതിലേക്ക് 4 പാർട്ടികൾ, അതിൽ CPMും CPIയും കേരള കോൺഗ്രസ് എമ്മും RJDയും, അതിന് പുറമെ NCPക്ക് കൂടി അവകാശവാദമുണ്ട്. അപ്പോൾ തന്നെ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ആ പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുകയാണ്, ആഴം കൂട്ടുകയാണ്. അതിന് കാരണം കേരള കോൺഗ്രസ് എമ്മിന് ഇനി ലോക്സഭയിൽ പ്രതിനിധികളില്ല, രാജ്യസഭയിലും പ്രതിനിധികളില്ല, ജൂലൈ 1 ശേഷം പ്രതിനിധികളില്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് പാർലമെന്റ് അംഗത്വം ഇല്ലാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ രാജ്യസഭയിലേക്ക് ഒരാളെ അയച്ചേ മതിയാകൂ. അതുകൊണ്ടാണ് കേരള കോൺഗ്രസ് എം ഇത്തരം അധികം വാശി പിടിക്കുന്നത്. മാത്രമല്ല, ഇടതുമുന്നണിയിലേക്ക് വരുമ്പോൾ CPM നൽകിയ ഉറപ്പുകളിലൊന്ന് നിലവിലുള്ള സ്ഥാനങ്ങൾ, പദവികൾ അതേപോലെ തുടരാമെന്നുള്ളതാണ്. സ്വാഭാവികമായും ലോക്സഭയിൽ അന്നവർക്ക് MP ഉണ്ടായിരുന്നു. അത് തെരഞ്ഞെടുപ്പിലൂടെ അവർക്ക് ആ സീറ്റ് നൽകിയെങ്കിലും അവർക്ക് വിജയിച്ചെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ രാജ്യസഭയിലും അന്നൊരു MP അവർക്കുണ്ടായിരുന്നു. അത് തിരികെ വേണം, അല്ലെങ്കിൽ അത് നിലനിർത്തണമെന്ന ആവശ്യമാണ് കേരള കോൺഗ്രസ് എം മുന്നോട്ട് വയ്ക്കുന്നത്. ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം ഉൾപ്പെടെയുള്ള ക്യാബിനറ്റ് പദവികൾ നൽകാമെന്ന് CPM നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അതവർ തള്ളുകയാണ്. അത്തരം ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. MP പകരം MP തന്നെ വേണം. അതും തങ്ങളുടെ ചെയർമാനാണ് ആ പദവി ഒഴിയുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ വിട്ടുവീഴ്ചയ്ക്ക് ചെയ്യാനാകില്ല നിലപാട് കേരള കോൺഗ്രസ് എം CPMനെ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ജോസ് കെ മാണി മുഖ്യമന്ത്രി നേരിട്ട് കണ്ടു തരത്തിലുള്ള ചില അഭ്യൂഹങ്ങളും പുറത്തു വരുന്നുണ്ട്. CPIക്കും മറ്റു വഴിയുമില്ല. അവരുടെ സംസ്ഥാന സെക്രട്ടറിയാണ്, ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമാണ്, ദേശീയ സെക്രട്ടറി കൂടിയാണ് സ്ഥാനമൊഴിയുന്നത്. ലോക്സഭയിൽ 4 സീറ്റിൽ മത്സരിച്ച അവർ കേരളത്തിൽ 4 സീറ്റും പരാജയപ്പെട്ടിരുന്നു. തമിഴ്നാട്ടിൽ മാത്രമാണ് അവർക്ക് 2 സീറ്റിൽ വിജയിക്കാനായത്. അതുകൊണ്ട് അവർക്കും വിട്ടുവീഴ്ചയില്ല. വേണമെങ്കിൽ CPMോ കേരള കോൺഗ്രസ് എമ്മോ വിട്ടുവീഴ്ച ചെയ്യട്ടെ നിലപാടാണ് CPIക്കുള്ളത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെയും അതുപോലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറി ഇക്കാര്യം അറിയിച്ചു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഇനി ആര് വിട്ടുവീഴ്ച ചെയ്യും? CPM തന്നെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. CPMനും അത്ര സുഗമമായ കാര്യമല്ല, അല്ലെങ്കിൽ അത്ര അനുകൂലമായ കാര്യമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത്. 1 സീറ്റിൽ മാത്രമാണ് കേരളത്തിൽ വിജയിക്കാനായത്. കേരളത്തിന് പുറത്ത് മറ്റ് 3 സീറ്റുകൾ കൂടി ഉണ്ടെങ്കിലും ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ കേരളത്തിൽ നിന്ന് ആകെ 1 MP മാത്രം ലോക്സഭയിലേക്ക് അയക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. രാജ്യസഭയിലും അവരുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഒഴിയുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യസഭ വളരെ പ്രധാനപ്പെട്ട ഇടമാണ്. അരുൺ, ഈ കേരള കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ച അത് CPM പൂർത്തിയാക്കിയിട്ടുണ്ടോ? അത്തരം ചർച്ചകൾ നടന്നിട്ടുണ്ടോ? ഉഭയ ചർച്ച ഇന്ന് നടത്താനാണ് നേരത്തെ ആലോചിച്ചത്. പക്ഷേ ഇന്ന് ആ ചർച്ച നടക്കുന്നില്ല. ജോസ് കെ മാണി
ഡൽഹിയിലാണ്. സ്റ്റീഫൻ ജോർജാണ് അതിൽ പങ്കെടുക്കേണ്ടത്. അദ്ദേഹവും ഇന്ന് ചർച്ചയെ ആ രീതിയിൽ അറിയിച്ചിട്ടില്ല എന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെ ഉപേക്ഷ ചർച്ച ഇനി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിന് ശേഷം മാത്രമേ ഉണ്ടാകാനിടയുള്ളൂ. നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരും. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് അപ്പുറത്തേക്ക് അടുത്ത ഒരു തെരഞ്ഞെടുപ്പിലേക്ക്, സുപ്രധാന തെരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥികളെ കണ്ടെത്തേണ്ട സീറ്റ് വിഭജനം എന്ന വലിയൊരു അജണ്ട കൂടി സെക്രട്ടേറിയറ്റ് യോഗത്തിന് മുന്നിൽ വരും. അതിനുശേഷം മാത്രമാകും ഒരുപക്ഷെ ഉപേക്ഷ ചർച്ച നേരിട്ട് ഔദ്യോഗികമായി നടത്തുക. നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയും ഫോൺ സംഭാഷണവും ഒക്കെ ഇതിനിടയിൽ നടന്നു കഴിഞ്ഞു. ശരി, അരുൺ തുടരുക. ശ്രീജിത്ത്, കേരള കോൺഗ്രസ് ഈ വിഷയത്തിൽ കടുത്ത നിലപാടിൽ തന്നെയാണോ? കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരാജയം, അവരുടെ നിലനിൽപ്പ്, അസ്തിത്വം ഇതൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. മധ്യ കേരളത്തിൽ ഒരു പ്രബലമായ വിഭാഗമെന്ന് വിലയിരുത്തപ്പെട്ടിരുന്ന കേരള കോൺഗ്രസ് ആ തരത്തിൽ ഇനി പാർലമെന്റിലേക്ക് ഒരു പ്രതിനിധിയില്ല എന്നൊരു അവസ്ഥയിലേക്ക് പോകുന്നത് ഒരുപക്ഷെ അവരെ സംബന്ധിച്ച് ചിന്തിക്കാൻ വയ്യ. അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDF മുന്നണി വിപുലീകരണ സാധ്യതകൾ തേടുന്നുണ്ട്. കേരള കോൺഗ്രസിന് വാതിലുകൾ പലതുണ്ടാവാം. അപ്പോൾ ഇടതുമുന്നണിയിൽ ഒരു വിട്ടുവീഴ്ച വേണ്ട എന്നൊരു നിലപാടിലേക്ക് തന്നെ കേരള കോൺഗ്രസ് അങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും സജിത്ത്, എന്തായാലും ഇടതുമുന്നണി നേതൃത്വത്തോട് ആ നിലപാട് ആവശ്യപ്പെടാനായിരിക്കും കേരള കോൺഗ്രസ് എമ്മിന്റെ തീരുമാനമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉള്ള കേരള കോൺഗ്രസിന്റെ തിരിച്ചടികൾ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. പത്തനംതിട്ട, ഈ കടുത്തുരുത്തിയിലും ഒപ്പം തന്നെ പാലയിലും ഒക്കെ ഉണ്ടായ തിരിച്ചടി, കേരള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സീറ്റുകളിലൊന്നായ ചങ്ങനാശ്ശേരിയിലുണ്ടായ തിരിച്ചടി, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ അപ്പോൾ കേരള കോൺഗ്രസ് എം അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന മറ്റു ചില തിരിച്ചടിയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലമായ ധർമ്മടത്തടക്കമുണ്ടായ തിരിച്ചടി, ശൈലജ ടീച്ചറിന്റെ മണ്ഡലത്തിലുണ്ടായ തിരിച്ചടി, ഇവിടെ എല്ലാം വളരെ പിന്നോട്ട് പോയി. അതായത് സംസ്ഥാനത്തൊട്ടാകെ കോൺഗ്രസിന് അനുകൂലമായ ഒരു വികാരം ഉണ്ടായി എന്നാണ് അവർ പരസ്യമായി പറയുന്നത്. പക്ഷെ അവർ ചൂണ്ടിക്കാട്ടുന്നത് സംസ്ഥാന സർക്കാരിനെതിരായ പൊതുവികാരം എന്നത് തന്നെയാണ്. അതാണ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ആയത് എന്നത് തന്നെയാണ്. അത് എല്ലാ മണ്ഡലത്തിലും ഉണ്ടായതാണ്. അത് കേരള കോൺഗ്രസ് എമ്മിന്റെ മണ്ഡലത്തിൽ മാത്രം ഉണ്ടായതല്ല എന്നവർ രഹസ്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ അത് ഇപ്പോൾ ഒരു തർക്കമുണ്ടാക്കി പെട്ടെന്നൊരു പ്രശ്നത്തിലേക്ക് പോവുക എന്നുള്ള നിലയിലേക്ക് കേരള കോൺഗ്രസ് എം എത്താനുള്ള സാധ്യതയില്ല. തൊട്ടിപ്പുറത്ത് ഇനി വരുന്ന രാഷ്ട്രീയ സാഹചര്യം അവർ സൂക്ഷ്മമായി വിലയിരുത്തുക തന്നെ ചെയ്യും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വർഷങ്ങളാണ് ഇനിയുള്ള 2-3 വർഷങ്ങൾ. അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ എവിടെ നിന്നാലായിരിക്കും ഗുണമുണ്ടാകുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച്. ശ്രീജിത്ത് തുടരുക. അരുൺ, ശ്രീജിത്ത് പറഞ്ഞതുപോലെ വലിയ സാധ്യതകൾ കേരള കോൺഗ്രസിന് മുന്നിൽ ഇനിയും അവശേഷിക്കുന്നുണ്ട്. അരുൺ, ഇടതുമുന്നണിയിലേക്ക് കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി വിഭാഗം വരുമ്പോൾ ഇടതുമുന്നണി മുന്നോട്ട് വെച്ച ഒരു വലിയ രാഷ്ട്രീയ തന്ത്രമുണ്ടായിരുന്നു. കാരണം KM മാണിയുടെ പാർട്ടിയെ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയമായ പ്രതിസന്ധി മുന്നിൽ കണ്ടെങ്കിൽ കൂടിയും അതിനുമപ്പുറം അതുണ്ടാക്കുന്ന സാധ്യതയ്ക്കാണ് CPM കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അത് ഒരു പരിധിവരെ കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും അത് ഭംഗിയായി മുന്നോട്ട് പോവുകയുമാണ് ചെയ്തത്. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്വാഭാവികമായും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എന്ത് പ്രകടനം നടത്തി എന്ന വിലയിരുത്തൽ ഒരുപക്ഷെ CPM നടത്തിയിട്ടുണ്ടാകും. അത്തരം പ്രതിസന്ധികൾ, അത്തരം സാഹചര്യങ്ങൾ CPM-ന്റെ കണക്കെടുപ്പിലേക്ക് വരികയും ചെയ്യും. കേരള കോൺഗ്രസിന് സ്വന്തമായി സ്വാധീനിക്കാൻ കഴിയുന്ന നിശ്ചിത ശതമാനം വോട്ടുകൾ ഉണ്ട് എന്നൊരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് നഷ്ടപ്പെട്ടു പോയില്ലേ എന്ന ചോദ്യം CPM-നുണ്ടാകും. അങ്ങനെയെങ്കിൽ രാജ്യസഭാ സീറ്റിൽ എന്തിനൊരു വിട്ടുവീഴ്ച? അത്തരം ചർച്ചകളും ചിന്തകളും CPM കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രകടനം വിലയിരുത്തിയാൽ അത്തരം ഒരു വിലപേശ ശക്തി അവർക്ക് കുറയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ കരുതുന്നവർ CPM നേതൃത്വത്തിലുണ്ട്. പ്രധാനപ്പെട്ട കാരണം പത്തനംതിട്ട അരുണിലേക്ക് വരാം.